ഇവിടെ ശ്രീ ഹസ്കർ, സർക്കാരിനെ സംബന്ധിച്ച് സങ്കീർണമായൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒന്ന്, PM ശ്രീ പദ്ധതി വേണ്ട എന്ന് തീരുമാനിച്ചാൽ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടാതിരുന്നാൽ ഫണ്ട് കിട്ടില്ല. SSA ഫണ്ട് തന്നെ തടയപ്പെട്ട നിലയിലാണ്. മുമ്പ് അറിയാമല്ലോ, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതേ നിലപാടെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് നാമകരണം ചെയ്യില്ല എന്ന നിലപാടെടുത്തു. അതിനുശേഷം ആ നിലപാട് മാറ്റി കേന്ദ്രം പറഞ്ഞ റൂട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പോഴും ഒരു വിഹിതം 2023-24 കാലത്തെ അന്ന് തരാനുള്ള പണം ഇപ്പോഴും തന്നിട്ടില്ല. ആ പണം അവിടെ കിടക്കുകയാണ്. ഈ തരത്തിൽ ഫണ്ടുകളെ സംബന്ധിച്ച് ഫണ്ട് ബ്ലോക്ക് ആവുന്ന സാഹചര്യം നേരിടുന്നു. മറുവശത്ത് രാഷ്ട്രീയമായി എങ്ങനെ ഈ കാര്യം വിശദീകരിക്കണമെന്ന പ്രശ്നം വരുന്നു. കാരണം വളരെ കൃത്യമായ നിലപാടെടുത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ആശയപ്രചാരണം നടത്തിയ ഒരു വിഷയമാണ് NEP എന്നുള്ളത്. ഇവിടെ കൃത്യമായും NEP നടപ്പാക്കാതെ PM ശ്രീ നടപ്പാക്കുക എന്നുള്ളത് അസാധ്യമാണ് താനും. ഇത് ഊരാക്കുടുക്കാണ്. ഈ അഭിലാഷ്, ഇതിനകത്ത് ദേശീയ വിദ്യാഭ്യാസം 2020 പ്രഖ്യാപിക്കുന്നത് വളരെ കൃത്യമായി UN അടക്കം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. 14,500 സ്കൂളുകൾക്ക് മാത്രമേ 27,360 കോടി രൂപ നൽകുന്നുള്ളൂ. 5 കൊല്ലം കൊണ്ടാണത് നൽകുന്നത്. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഈ 14,500 സ്കൂളുകളെ ഇന്ത്യയിലുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 336 സ്കൂളുകൾക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്ന് പറയുന്നത്. 1,80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഒരു സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം അടക്കം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ മുഴുവൻ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇതുവരെ ആയിട്ടില്ല. അപ്പോഴാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂമുകളും അതുപോലെ ഡിജിറ്റൽ ലൈബ്രറികളും സ്കൂളുകൾക്ക് നൽകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആകമാനം ഇൻ്റർനെറ്റ് സൗകര്യം ലഭിക്കാത്തിടത്തോളം കാലം അപ്പോൾ റൂറൽ ഏരിയയിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവാനില്ല. മാത്രമല്ല, ഇതിൻ്റെ കരിക്കുലം പാഠ്യപദ്ധതി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് 4 പോയിന്റ്, അത് NEPയുടെ 4.31 ക്ലോസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, കരിക്കുലത്തെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കുന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ ഇതിലെ NEPയിലെ 3.6 പറയുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടി ഈ പദ്ധതി പ്രകാരം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സമാന്തര വിദ്യാഭ്യാസ പദ്ധതി പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് വളരെ കൃത്യമായി ഇതിലൊരു പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ഒരു കമേഴ്ഷ്യലൈസേഷനും അവിടെ ഒന്ന് വളരെ ശക്തമായ പൊതുവിദ്യാഭ്യാസ രംഗമുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, കേരള ബോർഡിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെതായ അവകാശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് വിദ്യാഭ്യാസം. അപ്പോൾ സ്റ്റേറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട സിലബസ് അടക്കമുള്ള പാഠപുസ്തകം അടക്കമുള്ള കാര്യങ്ങൾക്ക് കേരള സർക്കാരിന് അധികാരമുണ്ട് എങ്കിൽ റീസ്ട്രക്ചറിങ്ങിന്റെ പ്രശ്നമുണ്ട്, അതവിടെ നിൽക്കുന്നു. അപ്പോൾ ആദ്യം ഉന്നയിച്ച എതിർപ്പ് രാഷ്ട്രീയമായ എതിർപ്പായിരുന്നോ എന്ന ചോദ്യം വരും. അല്ല, ഇതിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പില്ല. വളരെ സമഗ്രമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് CPMനും ഇടതുപക്ഷത്തിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇത് എപ്പോഴൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിൽ തിരിഞ്ഞു കടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്, കാരണം ഇടതുപക്ഷം എല്ലാ കാലത്തും അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഒരു അല്പം ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ 2 മുന്നണി സംവിധാനങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മുന്നണി സംവിധാനവും 1957 ശേഷം ഒരൊറ്റ മുന്നണിയുടെ മുൻ നേതൃനിരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ചരിത്രത്തിൽ എപ്പോഴും ഘടകകക്ഷികൾക്ക് വെച്ച് നിൽക്കുകയാണ്. സംസ്ഥാനത്ത് EMS പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി നടന്ന 1ാം കേരള പഠന കോൺഗ്രസിന് ശേഷം ആ പഠന കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ആദ്യമായി ഇടതുപക്ഷ അധികാരത്തിൽ വരുമ്പോൾ CPM വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത MA ബേബി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്ന്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം സ്വീകരിക്കുന്നത്. ഏതൊക്കെ നിരാകരിക്കാൻ കഴിയും? ഇപ്പോൾ MOU ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സർവത്ര ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിക്കൊള്ളണം എന്ന അർത്ഥത്തിൽ നമുക്ക് വിയോജിക്കാനുള്ളിടത്ത് വിയോജിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി നമുക്ക് ലഭിക്കാനുള്ള 1,400 ചില്ലുവാനം കോടി രൂപയെന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കേണ്ട തുകയല്ല.
മറിച്ച് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന തുകയാണ് ലഭിക്കാതിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ വാദം ഉന്നയിക്കും, എന്തുകൊണ്ട് കേരളത്തിലെ UDFന്റെ 18 എംപിമാരുണ്ടെന്നേ, ആ 18 എംപിമാർ പാർലമെന്റിൽ എണീറ്റ് നിന്ന് ഇതിനെ സംബന്ധിച്ച് കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ പ്രാതിനിധ്യം. അപ്പോൾ പറയും തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, തമിഴ്നാട് ഇതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ, തമിഴ്നാടിന് ചെയ്യാൻ കഴിയും. തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും ഉള്ള സാമ്പത്തിക സ്രോതസ്സുകളല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് ലഭിക്കുന്ന വരുമാനം GSTയിലെ മഹാഭൂരിപക്ഷം തുകയും കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രം നമുക്ക് നൽകേണ്ട ഗ്രാൻഡുകൾ, ഡിവിസിബിൾ പോളുകൾ, ഇതൊന്നും തരാതെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന നാളുകൾ വിദ്യാഭ്യാസ മേഖലയെ കൂടി ഈ തകർത്ത് ഭാവിയുടെ തലമുറയുടെ പ്രായോഗികമായ സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന ഒരു വിശദീകരണം